ഹലോ. ഹലോ, നമസ്കാരം. ഇന്ന് ക്ഷേമ പെൻഷൻ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടോ? കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ആർക്കും ഫണ്ട് കിട്ടിയിട്ടില്ല. ഇവിടുന്ന് പോയിട്ടുണ്ട്. ഓക്കെ. രാവിലെ തന്നെ പോയിട്ടുണ്ടോ? എന്തോ? രാവിലെ പോയിട്ടുണ്ടോ? രാവിലെ തന്നെ പോയിട്ടുണ്ട്. ഓക്കെ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നു മുതൽ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണം ആരംഭിക്കുകയാണ്. ഇത് കഴിഞ്ഞ് 10-20 ദിവസം കഴിയുമ്പോഴേക്കും അടുത്ത പെൻഷൻ വിതരണത്തിനുള്ള നടപടിയും ആരംഭിക്കുകയാണ്. അപ്പോൾ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. വീഡിയോ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. സംസ്ഥാനത്ത് ജൂലൈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നു മുതൽ ആരംഭിക്കും. പെൻഷൻ വിതരണത്തിന് വേണ്ടിയിട്ട് 1095 കോടി രൂപ കഴിഞ്ഞ ദിവസം ധനവകുപ്പ് അനുവദിച്ചിരുന്നു. സംസ്ഥാനത്തെ 64 ലക്ഷം പെൻഷൻ ഗുണഭോക്താക്കളിൽ കഴിഞ്ഞ തവണ മസ്റ്ററിംഗ് പൂർത്തീകരിച്ചിട്ടുള്ള എല്ലാവർക്കും ക്ഷേമ പെൻഷനുണ്ട്. 26.46 ലക്ഷം ഗുണഭോക്താക്കൾക്കാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ക്ഷേമ പെൻഷൻ എത്തുന്നത്. ബാക്കിയുള്ളവർക്ക് സർവീസ് സഹകരണ സംഘങ്ങൾ മുഖേന വീടുകളിൽ എത്തിച്ച് നൽകുകയാണ് ചെയ്യുന്നത്. സംസ്ഥാനത്തെ 52 ലക്ഷത്തോളം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളും സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് പെൻഷൻ വിതരണം ചെയ്യുന്ന ക്ഷേമ ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കുമാണ് ഇപ്പോൾ പെൻഷൻ വിതരണം ചെയ്യുന്നത്. 2000 രൂപ വീതമാണ് ഇന്നു മുതൽ ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരുക. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയും ഇന്നെത്താത്ത ആളുകൾക്ക് നാളെയൊക്കെ ആയിട്ട് തുക എത്തിച്ചേരുന്നതാണ്. പഞ്ചായത്ത് ഡയറക്ടറേറ്റിലേക്ക് ഇന്ന് രാവിലെ തന്നെ പെൻഷൻ കൈമാറിയിട്ടുണ്ട് എന്നാണ് സേവനയിൽ നിന്നും ലഭിച്ചിട്ടുള്ള വിവരങ്ങൾ. അപ്പോൾ പെൻഷൻ ഇന്ന് തന്നെ എത്തി തുടങ്ങുന്നതാണ്. ഇന്ന് എത്താത്തവർക്ക് നാളെയൊക്കെ ആയിട്ട് എത്തിച്ചേരുന്നതാണ്. മറ്റന്നാൾ ഞായറാഴ്ചയാണ്. പിന്നെ തിങ്കളാഴ്ച വൈകുന്നേരത്തോടു കൂടിയാണ് കയ്യിൽ പെൻഷൻ വിതരണം ആരംഭിക്കുക. കേന്ദ്രവീതമായിട്ടുള്ള NSAP പെൻഷൻ, ഇന്ദിരാഗാന്ധി വാർദ്ധക്യകാല പെൻഷൻ, ഇന്ദിരാഗാന്ധി വിധവാ പെൻഷൻ, ഇന്ദിരാഗാന്ധി ഭിന്നശേഷി പെൻഷൻ, ഈ പെൻഷൻ വിതരണം ചെയ്യുന്ന ആളുകൾക്ക് 300, 500, 200 രൂപയുടെ കുറവുണ്ട്. അതോട് കൂടിയിട്ടാണ്, അതായത് 1700, 1800, 1500 എന്നിങ്ങനെയാണ് ലഭിക്കുക. ബാക്കി തുക ഒരാഴ്ചക്കകം എത്തിച്ചേരുന്നതാണ്. അവർക്ക് പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഏകദേശം 22 കോടി രൂപ കൂടി സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ നൽകേണ്ട തുകയാണ്. പക്ഷേ കുറച്ചായിട്ട് കേന്ദ്ര സർക്കാർ ഫണ്ട് വിതരണം ചെയ്യാത്തതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരുകളാണ് അത് മുൻകൂറായിട്ട് അനുവദിക്കുന്നത്. അപ്പോൾ ക്ഷേമ പെൻഷൻ ഉടനെ എത്തിച്ചേരുന്നതാണ്. ഇത് കഴിഞ്ഞ് 10-20 ദിവസം കഴിയുമ്പോഴേക്കും അടുത്ത പെൻഷൻ വിതരണമാകുകയാണ്. 25-ാം തീയതിയാണ് ഓണം വരുന്നത്. ഈ പെൻഷൻ, അതായത് ജൂലൈ മാസത്തെ പെൻഷൻ ഓഗസ്റ്റ് 3-ാം തീയതിയാണ് അവസാനിക്കുക എങ്കിൽ ഓഗസ്റ്റ് 15 മുതൽ 20 ഇടയിലായിട്ട് ഓഗസ്റ്റ് മാസത്തെ പെൻഷനും അതോടൊപ്പം ചിലപ്പോൾ സെപ്റ്റംബർ മാസത്തെ പെൻഷൻ കൂടി വിതരണം ചെയ്തേക്കാനുള്ള സാധ്യതയുണ്ട്. ഓണായതുകൊണ്ട് 2 മാസത്തേതിനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ നേരത്തെ വിതരണം ചെയ്യുക 1 മാസത്തേത് മാത്രമായിരിക്കും. എന്തായാലും ഓണ പെൻഷനും ഒരു 10-20 ദിവസത്തിനുള്ളിലായിട്ട് 15-20 ദിവസത്തിനുള്ളിലായിട്ട് എത്തിച്ചേരുന്നതാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത്. ആളുകളും ചോദിച്ചിരുന്നു ഓണത്തിന് വർദ്ധിപ്പിച്ച പെൻഷൻ ഉണ്ടാകുമോ എന്നുള്ളത്. അതില്ല. 2000 രൂപ തന്നെയാണ് ഓണത്തിനും ലഭിക്കുക. ചിലപ്പോൾ സെപ്റ്റംബർ മാസത്തേത് മുൻകൂറായി അനുവദിച്ചുകൊണ്ട് 4000 രൂപ ഓരോ പെൻഷൻ ഗുണഭോക്താക്കൾക്കും എത്തിച്ചേരാം. സർക്കാരിന്റെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് കിട്ടിയാലേ അതിന്റെ കാര്യം കൃത്യമായിട്ട് പറയാനാകൂ. കാരണം സംസ്ഥാന സർക്കാരിന് ഒരുപാട് ബാധ്യതകൾ ഈ ഓണക്കാലത്ത് ഉണ്ട്. സർക്കാർ ജീവനക്കാരുടെ ഉത്സവാർത്ത, ഓണം ബോണസ്, SC/ST വിഭാഗക്കാർക്കുള്ള സഹായം, മറ്റ് നിരവധി കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് മുമ്പുണ്ടായിരുന്ന പോലെയല്ല, 2000 രൂപ ആക്കിയതിനു ശേഷമുള്ള ആദ്യ ഓണ പെൻഷൻ വിതരണമാണ്. അപ്പോൾ 2 മാസത്തേത് ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഉണ്ടെങ്കിൽ 4000 രൂപ ഒരുമിച്ച് ലഭിക്കാനുള്ള സാധ്യതയാണ് ഉള്ളത്. സ്ത്രീ സുരക്ഷാ പെൻഷൻ ഓണത്തിനും ഉണ്ടാകില്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. പല ആളുകളും ചോദിക്കുന്നതുകൊണ്ടാണ് അത് എടുത്ത് പറയുന്നത്. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരേക്കും ബൈ.